ഈ കേസിന്റെ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കാം. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ലിജു, ഈ കേസിൽ ഈ നിയമത്തിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് നിർവചിക്കുമ്പോൾ അതിൽ പറയുന്നത് രാജ്യത്തിനെ വിഭജിക്കുന്നതോ അല്ലെങ്കിൽ രാജ്യത്തിനെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടുള്ളതോ ആയ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ, അതിനുള്ള സംഘം ചേരൽ, അത്തരം കാര്യങ്ങളാണ് അൺലോഫുൾ ആക്ടിവിറ്റീസായി ഈ നിയമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിർവചിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഒന്നും ഈ നിയമത്തിൻ്റെ അൺലോഫുൾ ആക്ടിവിറ്റീസ് എന്ന നിർവചനത്തിൽ പറയുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനം ഇവിടെ നടന്നതായി പോലീസിന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അവർ ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടാവുക? അല്ല, ഞാനതിൻ്റെ ഇത് സംബന്ധിച്ച് നമുക്കറിയാം, ഈ സെക്ഷൻ ഇതിൽ ടെററിസ്റ്റ് ആക്ടിനെ ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 4 ടെററിസ്റ്റ് ആക്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ്: whoever does any act with intent to threaten or likely to threaten the unity, integrity, security or sovereignty of India. ഇതിന് പിന്നെ ഓറാണ്. ഇതൊരു ഘടകമാണ്. ഇന്ത്യയുടെ ഐക്യത്തെയും ഇന്ത്യയുടെ അഖണ്ഡതയെയും നശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ശല്യപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓർ കൊടുക്കുന്നുണ്ട്. ആ ഓറിൽ വിത്ത് ഇൻറ്റൻറ്റ് ടു സ്ട്രൈക്ക് ടെറർ ഓർ ലൈക്ലി ടു സ്ട്രൈക്ക് ടെറർ ഇൻ ദ പീപ്പിൾ ഓർ എനി സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ ഓർ എനി ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ടെറർ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾക്കും, അത് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഇതിനപ്പുറത്ത് ടെറർ സൃഷ്ടിക്കുന്ന ഒരു ഘടകത്തെയും UAPA ആക്ട് അട്രാക്ട് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ഡീപ്പായിട്ട് അത് ഞാൻ കടന്നു പോയിട്ടില്ല. എനിക്ക് പ്രഥമ ദൃഷ്ടി എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടി, പിന്നെ കുറെ കണ്ടീഷൻസ് ലിജു, രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമാനമായ സംഭവങ്ങൾ മുൻകാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ തന്നെയും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, വെട്ടിക്കൊലപ്പെടുത്തുക, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പക്ഷേ അന്നൊന്നും പെട്ടെന്ന് UAPA ചുമത്തുക എന്നൊരു സ്ഥിതിയിലേക്ക് സംസ്ഥാന പോലീസ് എത്തിയിരുന്നില്ല. രാജ്യത്ത് മാറി വന്നൊരു രാഷ്ട്രീയ സാഹചര്യം അത് സംസ്ഥാന പോലീസിനെയോ സംസ്ഥാന സർക്കാരിനെയോ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായാണോ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ചുമത്തപ്പെടുന്നത്? ഞാനതിനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇതിനകത്ത് അഭിപ്രായമുള്ളൊരു കാര്യം, ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നമ്മുടെ സംസ്ഥാനത്തിൽ അവസാനമുണ്ടാകണം. TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം അത്തരമൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായതാണ്. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പുനർവിചിന്തനമുണ്ട്. VS സച്ചിദാനന്ദനെ പോലുള്ള നേതാക്കന്മാർ CPM-ൽ മറ്റ് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. BJP-യുടെ നേതൃത്വം പോലും സമന്വയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു സമന്വയത്തിൻ്റെ അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ ബോധ്യപ്പെടുത്തുന്ന CPM ആണ് എന്നുള്ളതാണ്. അവരെ ഈ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കാൻ അത് എത്ര ശക്തമായ ആക്ട് ഉപയോഗിച്ചാലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ UAPA ആക്ടിനെ സംബന്ധിച്ച് ഈ പശ്ചാത്തലത്തിലല്ല, അത് മുൻകാലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരമൊരു നിയമത്തിൻ്റെ രാജ്യത്ത് പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യം അത് ഒരു ഡിഫറൻറ്റ് ടോപ്പിക്കാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് ശ്രീധരൻപിള്ള സാറിന് തന്നെ പറയാം, ഇത് വേണോ അല്ലെങ്കിൽ വേണ്ടയോ. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിലെയോ എക്സ്പ്ലോസീവ് ആക്ടിൻ്റെ ആവശ്യമുള്ളോ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായം പറയാം. സംസ്ഥാന സർക്കാർ ഒരു പുനരുദ്ധരണമാവുന്നതുമാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായമില്ല. എനിക്ക് പറയുവാനുള്ളത്, ഈ ഒരു വിഷയം അവസാനിപ്പിക്കുവാൻ, ഈ അക്രമ രാഷ്ട്രീയം അവസാനിക്കുവാൻ, പ്രത്യേകിച്ച് പാർട്ടി സ്പോൺസേഡ് മർഡർ, ഇവിടെയൊക്കെ എന്ത് ഭീകരമാണ്. ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി നേതാവിൻ്റെ മകൻ ഫേസ്ബുക്കിൽ കൊലപാതകം നടത്തിയവർക്ക് അഭിവാദ്യമിടുക, അതിനുശേഷം കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റുകൾ ഇടുക, നേതാക്കന്മാർ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരിക. ഇവരൊക്കെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? ഇവരൊന്നും മനുഷ്യരല്ലേ? ഇതിനൊരു അവസാനം കുറിക്കുവാൻ ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതിനെയും CPM-കാരൻ മരണമടഞ്ഞാലും കോൺഗ്രസ്സുകാരൻ മരണമടഞ്ഞാലും മുസ്ലിം ലീഗുകാരൻ മരണമടഞ്ഞാലും CPM-കാർ ആര് മരണമടഞ്ഞാലും ഇത്തരത്തിൽ കോൾഡ് ബ്ലഡഡ് ക്രൈംസ് പ്ലാൻ ചെയ്യുന്ന ഉന്നതതല നേതാക്കന്മാരെ ഈ വിഷയങ്ങളിൽ ജയിലിൽ അടയ്ക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സെബാസ്റ്റ്യൻ പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നിഷ്ഠുരമായ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അത് തടയുന്നതിന് ശക്തമായ നിയമവ്യവസ്ഥകൾ തന്നെ ഉപയോഗിച്ച് കേസെടുക്കുകയും അതനുസരിച്ചുള്ള ശിക്ഷാവിധി ഉറപ്പാക്കുകയും വേണം എന്ന അഭിപ്രായം ലിജുവിനെ പോലുള്ളവർ പറയുന്നുണ്ട്. അത് തന്നെ മനസ്സിൽ കണ്ടിട്ടായിരിക്കുമോ ഇതിൽ UAPA ചുമത്താൻ സർക്കാർ അല്ലെങ്കിൽ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടാവുക? ഇത്തരം ചുമത്തലുകൾ, ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? അത് നിയമം എത്ര കഠിനമായാലും അത് എത്ര കർക്കശമായി പ്രയോഗിച്ചാലും കൊലപാതകങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതൊരു മൗഢ്യം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത പ്രതീക്ഷ മാത്രമായിരിക്കും. കതിരൂരിലെ കൊലപാതകമോ കണ്ണൂരിലെ സംഘർഷമോ അല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം.
അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967 നിയമം 2008 അതിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി അതിന് കരുത്ത് നൽകി, ദംഷ്ട്ര നൽകി. ആ ചർച്ചയിൽ പാർലമെന്റിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ആ അപകടങ്ങളെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് പൗരാവകാശങ്ങൾക്ക് ഇതിൽ കടന്നാക്രമണമാകും. അന്ന് ആഭ്യന്തരമന്ത്രി ചിദംബരം പറഞ്ഞത് മുംബൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നിയമം ഇപ്പോൾ ആവശ്യമുണ്ട്, ഇതിലെ പോരായ്മകൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം എന്നായിരുന്നു. ആ പരിശോധന ഉണ്ടായില്ല. അബ്ദുൽ നാസർ മദനി, ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അബ്ദുൽ നാസർ മദനി പ്രതിയാക്കപ്പെട്ട് ഈ 4 വർഷത്തിനു ശേഷവും ജാമ്യമില്ലാതെ ജയിലിൽ കഴിയേണ്ടി വരുന്നത് ഈ നിയമത്തിന്റെ കർക്കശ നിമിത്തമാണ്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ചുള്ള കുറ്റാരോപണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പാർലമെന്റിലെ ചർച്ചയ്ക്ക് ശേഷം അന്ന് UPA സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷം ഈ നിയമത്തെ പിന്തുണച്ചപ്പോൾ അന്ന് ഈ നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ വിസമ്മതിച്ച ആൾ കൂടിയാണ് ഞാൻ. ഈ അപകടം അന്നേ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിയല്ല. എന്നെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇക്കാര്യത്തിലുണ്ട്. കരി നിയമങ്ങൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പിൻവലിക്കുകയോ അതിലെ ഇത്തരത്തിലുള്ള പൗരന്മാർക്കെതിരെയുള്ള കടന്നുകയറ്റം അത് അത്തരം വ്യവസ്ഥകൾ എടുത്തുകളയുകയോ ചെയ്യണം എന്ന കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ട്. ഇപ്പോഴും ഞാൻ കരുതുന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു നയം ആയിരിക്കില്ല ഇത്. ഏതോ പോലീസുകാരന്റെ അവിവേകമായിരിക്കണം ഈ UAPA അനുസരിച്ചുള്ള വകുപ്പുകൾ ഈ ഈ FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇതുണ്ടാക്കാൻ ഭാവിയിൽ ഈ നിയമപ്രകാരമുള്ള കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അത് കൊലപാതകത്തിലേക്ക് നയിച്ചില്ല എങ്കിൽ പോലും അങ്ങനെ നയിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അത്തരം സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഇതേ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും അത് പ്രകാരം മുന്നോട്ട് പോകാനും പോലീസും സർക്കാരും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം അതുണ്ടാകില്ലേ? അത് ഏത് കൊലപാതകവും പ്രാദേശികമായി ഞെട്ടൽ ഉളവാക്കും, സംഭ്രമം ഉളവാക്കും, ആ പരിസരത്തെ ജനങ്ങളെ ഭയപ്പെടുത്തും. കൊലപാതകത്തിന് ഇതിനു മുൻപും പടക്കമെറിഞ്ഞിട്ടുണ്ട്, ബോംബെറിഞ്ഞിട്ടുണ്ട്, പല സ്ഫോടനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തിനാണ് നമുക്ക് ഈ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ആവശ്യം എന്താണ്? എല്ലാ കൊലപാതകങ്ങളും, ഏത് കൊലപാതകമാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? എല്ലാ കൊലപാതകങ്ങളും അപലപനീയമാണ്. എല്ലാ കൊലപാതകങ്ങളും മനുഷ്യനെതിരെയുള്ള ഒരു 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 ദൈവം പൊറുക്കാത്ത കുറ്റകൃത്യം തന്നെയാണ്. ആ രക്തം പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുമെന്നൊക്കെ പറയാറില്ലേ? ഏത് കൊലപാതകം വന്നാലും അതൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു നിയമമാണ് നമുക്കുള്ളത്. ആ നിയമം അത് ഫലപ്രദമായി ഉപയോഗിക്കുക. ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ ശ്രീധരൻപിള്ള കേരള പോലീസിനെ കുറിച്ച് പലതും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശ്രീധരൻപിള്ള പറയേണ്ടത് ഇത് CBI അന്വേഷിക്കട്ടെ, അതൊരു ന്യായമാണ്. പക്ഷേ ഇവിടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു 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 പ്രവർത്തകന്റെ മരണം, അതിൽ ശ്രീധരൻപിള്ള അസ്വസ്ഥനാണ്, ദുഃഖിതനാണ്, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന കരിനിയമം. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഇവിടെ ലിജു വളരെ നേരിട്ടൊരു ചോദ്യം താങ്കളോട് ചോദിക്കുകയുണ്ടായി. UAPA ചുമത്തിയതിനോട് BJP എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്? ഞങ്ങൾ CBI അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ആവശ്യമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പോലീസിനെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, രമേശ് ചെന്നിത്തലയേക്കാൾ സ്വാധീനം കേരളത്തിലെ CPM-ന് കേരള പോലീസിനുണ്ടെന്ന് 100% കേസിൽ കൈകാര്യം ചെയ്ത അനുഭവമുള്ള ആളായിട്ട് ഞാൻ പറയുന്നു. ഇതേ തലശ്ശേരിയിൽ കോടതിക്കുള്ളിൽ പോയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെ സഹായിക്കാൻ ഫൈൻഡിങ് ഓഫ് ദ കോർട്ടാണ് ഇപ്പം ഞാൻ നടത്തിയൊരു കേസിൽ. അതുപോലും നടന്നിട്ട് ചലനമുണ്ടാകാത്ത നാടാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപകടം പതിയിരിക്കുന്നു എന്ന്. പിന്നെ നിങ്ങൾ ലിജു ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ലിജു ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുമ്പം സെക്ഷൻ 4-ഉം പഴയ 15 ആക്ട് 67 ആക്ടിനകത്തിൽ 4-ാമത്തെ നിയമം വന്നു, പ്രിസംഷൻ ക്ലോസ് ഉണ്ട് അതിൽ. ഇതെല്ലാമുള്ള ഒരു നിയമത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പം കേരളത്തിൻ്റെ ആ കാര്യം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ, നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഇപ്പോഴും പ്രഥമ ദിശ കിട്ടി FIR-ഉം ഇൻക്വസ്റ്റും ഒക്കെ ഉൾപ്പെടെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ മർഡർ ആണോ എന്ന് പോലും അറിയില്ല. ആ അവസ്ഥയിലാണോ? അതിൻ്റെ അത് UAPA ഉണ്ടോ, എന്താ അതിൻ്റെ FIR, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയാതെ എന്നോട് എന്തിനാണ് ലിജു ചോദിക്കുന്നത്? ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ DGPയോ അല്ലെങ്കിൽ IG-യോ അവിടെ പോയ ആ മഹാനോട് ചോദിക്കുക. ഇതുവരെ പ്രഥമ ദൃഷ്ട്യ ഇതൊരു പൊളിറ്റിക്കൽ മർഡർ ആണെന്ന് അറിയാൻ സാധിക്കാത്ത വണ്ണം
പട്ടാപ്പകൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? അതുകൊണ്ട് UAPA വേണോ വേണ്ടയോ അതിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കാതെ പറയാൻ മടയനല്ല, ഞാൻ അതിന് തയ്യാറാകുന്നുമില്ല. ഒരു വസ്തുത സത്യമാണ്, CBI അന്വേഷിക്കാതെ സത്യം പുറത്തു വരാൻ പോകുന്നില്ല. നേതാക്കന്മാർ ഏത് പാർട്ടിയായാലും ഇത്തരം മർഡറുകളിൽ നേതാക്കന്മാർ, ആസൂത്രണം ചെയ്ത നേതാക്കന്മാർ, അവരിലേക്ക് അന്വേഷണം പോകണം. ലിജുവിനെ പോലെ ആത്മാർത്ഥമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് TP ചന്ദ്രശേഖരൻ വധത്തിൽ 21 പേരെയോ 20ഓളം ആൾക്കാരെയാണ് ഒരു കേസിൻ്റെ പ്രഥമ ഘട്ടത്തിൽ തന്നെ അവരെ കുറ്റവിമുക്തരാക്കാൻ സെഷൻസ് കോടതി തയ്യാറാവുകയും ആ സമയത്ത് കേരള പോലീസും കേരള സംവിധാനവുമല്ല അതിൻ്റെ നേട്ടം മുഴുവൻ ഉണ്ടായത് ആ ക്രൂരകൃത്യം നടത്തിയ പാർട്ടിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയ CPM-ന്. അതാണ് ഇവിടുത്തെ പോലീസിൻ്റെ സ്ഥിതി. അതുകൊണ്ടാണ് ഞാൻ വികാരപരമായിട്ട് പറയുന്നത്, CBI അന്വേഷണം വേണം, മറ്റൊന്നും ഇതിന് പോംവഴിയല്ല. കയ്യടി കിട്ടാൻ ഏതെങ്കിലും വകുപ്പുകളല്ല. ഒരു കാര്യം കൂടി ലിജു അറിയാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 307 വകുപ്പ് എന്നൊരു വകുപ്പ്, ലിജുവും ഞാനും സെബാസ്റ്റ്യൻ പോളും അഭിഭാഷകരാണല്ലോ. ഒരു 15 കൊല്ലം മുമ്പ് കേരളത്തിൽ 307 വകുപ്പ് ചാർത്തപ്പെട്ട കേസുകൾ ഒരു 2% 3% വരില്ല. കൊല്ലാൻ ശ്രമിച്ചു, സെഷൻസ് കേസാണ്, മാസങ്ങളോളം പിടിച്ചിടുന്നതാണ്. ഇന്നൊരു പെറ്റി കേസിൻ്റെ ഒരു സംഭവത്തിന് പോലീസുകാരൻ 307 ഇടുകയും കോടതികൾ ഒരു കാര്യവും നോക്കാതെ പോലീസ് പറഞ്ഞ വേദവാക്യമാക്കിയിട്ട് 2, 3, 4, 5, 6, 7, 8 ആഴ്ചകൾ ആളുകളെ പീഡിപ്പിച്ച് ജയിലിടുകയും ചെയ്യുന്ന സംസ്ഥാനമാണിത്. അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ സംബന്ധിച്ച്, നല്ല പോലീസ് ഓഫീസർമാരുടെ ഇല്ലെന്നല്ല പറയുന്നത്, എല്ലാം രാഷ്ട്രീയ കങ്കാണിമാരോടൊപ്പമാണ്. അതുകൊണ്ട് ലിജു ആദ്യം അതൊന്ന് പരിശോധിക്കുക. ലിജു UDF-ന്റെ പ്രതിനിധിയാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. ഞാൻ പറഞ്ഞ 307 എന്ന് പറഞ്ഞ വകുപ്പ് ഇന്ന് എത്രയാൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, BJP ആണെങ്കിൽ BJP, മാർക്സിസ്റ്റ് ആണെങ്കിൽ മാർക്സിസ്റ്റ്, വ്യാപകമായിട്ട് പോലീസുകാർ ദുരുപയോഗം ചെയ്യുക. അതിനെതിരെ പറയാൻ ആരുമില്ല. മനുഷ്യാവകാശങ്ങൾ എവിടെയാ? ഒരു തെറ്റ്, ചെറിയൊരു കാര്യം കൊന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് ചൂണ്ടിയാൽ മതി, വിരൽ ചൂണ്ടിയാൽ വേണമെങ്കിൽ കൊന്നു എന്ന് പറഞ്ഞെടുക്കാം കേസ്. ഇങ്ങനെ ഈ രാജ്യത്ത് കേരളം പോകുമ്പം നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കണം. A പാർട്ടി ആയാലും B പാർട്ടി ആയാലും C പാർട്ടി ആയാലും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പല കേസുകളിലും കോടതി വിധികൾ, തലശ്ശേരിയിലെ വിധികളിലെ നേതാക്കന്മാരുടെ കൈകളെപ്പറ്റി അന്വേഷിക്കണം. ജയശ്രീമാഷ കേസിൽ അവിടുത്തെ സെഷൻസ് ജഡ്ജിയുടെ വിധിയിൽ അതുണ്ട്. അതുപോലെ പന്നന്നൂർ ചന്ദ്രൻ കേസിലെ വിധിയിലുണ്ട്. ഇതുമായിട്ട് ഞാൻ പോയി കേരളത്തിലെ UDF മുഖ്യമന്ത്രിയെ കണ്ടിത് കൊടുത്തതാണ്. ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കാത്ത നിങ്ങളൊക്കെ തന്നെ